നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 59ാമത് സംസ്ഥാന സമ്മേളനം 2025 മെയ് 23, 24, 25 തീയതികളിലായി തിരുവനന്തപുരത്ത് നടക്കുകയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന അനേകം വിഷയങ്ങളെക്കുറിച്ച് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടും. സമ്മേളന നടത്തിപ്പിനു വേണ്ട ആസൂത്രണം ചെയ്യുന്നതിനും സ്വാഗത സംഘം രൂപീകരിക്കുന്നതിനുമായി ഫെബ്രുവരി 2 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പൊളിമൂട് സംസ്കൃതി ഭവനിൽ വെച്ച് സമിതി പ്രവർത്തകരുടെയും അഭ്യുദയകാംക്ഷികളുടെയും യോഗം കൂടുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നു. ഈ യോഗത്തിൽ വിവിധ സന്യാസി ശ്രേഷ്ഠന്മാർ, തന്ത്രിമാർ, ജ്യോതിഷ പണ്ഡിതന്മാർ, പ്രഭാഷകർ, പ്രധാന ക്ഷേത്ര ഭാരവാഹികൾ, വിവിധ ഹൈന്ദവ സാമുദായിക നേതാക്കൾ, ആധ്യാത്മിക സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ, പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയ മേഖലയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നതാണ്. ശ്രീരാമകൃഷ്ണ മഠം സ്വാമി സുപ്രഭാനന്ദ, തിരുവിതാംകൂർ കൊട്ടാരം ആദിത്യവർമ്മ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ സഞ്ജയൻ, മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ, മുൻ DGP TP സെൻകുമാർ, പ്രാന്ത സംഘചാലക് പ്രൊഫസർ രമേശൻ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി KS നാരായണൻ, സമിതി സംസ്ഥാന രക്ഷാധികാരി CK കുഞ്ഞ്, സംസ്ഥാന ട്രഷറർ BS രാമസ്വാമി, സമിതി മേഖലാ രക്ഷാധികാരി M ഗോപാൽ, മോഹൻദാസ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ റാണി മോഹൻദാസ്, സമിതി ജില്ലാ പ്രസിഡന്റ് മുക്കം പാലമൂട് രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ GK സുരേഷ് ബാബു അധ്യക്ഷത വഹിക്കും. സംസ്ഥാന മേഖല ജില്ലാ പ്രവർത്തകർ നേതൃത്വം നൽകും. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് തിരുവനന്തപുരം പ്രിയദർശിനി ഹാളിൽ വെച്ചാണ്. 59ാമത് സമ്മേളനത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സെമിനാറുകൾ, ശോഭയാത്ര, ഘോഷയാത്ര, രഥയാത്ര, മറ്റു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സമ്മേളനങ്ങൾ, 59 വിളക്കുകൾ, പ്രമുഖർ കൊളുത്തുന്ന ചടങ്ങ്, 100 കണക്കിന് കുടുംബങ്ങൾ പങ്കെടുക്കുന്ന കുടുംബയോഗങ്ങൾ, കൂടാതെ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്തു വരുന്നതാണ്. അതുമാത്രമല്ല, കുട്ടികൾക്കായി നിരവധി മത്സരങ്ങൾ. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ആദ്യപടിയായി സ്വാഗത സംഘം രൂപീകരിക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം പുളിമൂട് സംസ്കൃതി ഭവനിൽ വെച്ച്. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.